അല്ല, NSS അവരുടെ അഭിപ്രായങ്ങൾ പലതും പറയും. പക്ഷേ NSSുമായി ഞങ്ങൾ UDF-നെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ തർക്കങ്ങളും അവരുമായിട്ടില്ല. എന്തായാലും അവരുമായി പല കാര്യങ്ങൾക്കും ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ഞങ്ങൾ ഒന്നിച്ചു പോകും. അവരെ ഒരു നിലപാടെടുത്തിരിക്കുന്നത് സമദൂര സിദ്ധാന്തം എന്നുള്ള നിലയിലാണ് NSS ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അത് മുൻകാലങ്ങളിലും അവർ അതേ നിലപാടുകൾ തന്നെ സ്വീകരിച്ചിരുന്നവരാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് NSSുമായി ഞങ്ങൾക്കൊരു തർക്കവുമില്ല. UDF-നെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധത്തിലുള്ള ഒരു തർക്കവും ഞങ്ങൾക്കില്ല എന്ന് മാത്രമല്ല, അവരുടെ സമദൂര സിദ്ധാന്തം എന്നുള്ള നിലയിൽ തന്നെ UDF-ന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം അവരിൽ നിന്നുണ്ടാകും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശബരിമല വിഷയത്തിനകത്ത് സർക്കാരിന്റേത് ഇരട്ടത്താപ്പാണെന്ന് UDF പറയുന്നത്. അത് NSSന് ബോധ്യപ്പെടുന്നില്ലേ? അതിപ്പോ ഞാനിപ്പോ അവർക്ക് ബോധ്യപ്പെടുന്നോ ഇല്ലയോ എന്നതിനെക്കുറിച്ചൊരു മറുപടി ഞാനല്ലല്ലോ പറയേണ്ടത്. സർക്കാരിന് ഈ കാര്യത്തിൽ ഒരു ഒളിച്ചുകളിയാണ് ഇന്ന് നടക്കുന്നത്. സർക്കാർ എടുത്തിരിക്കുന്ന ഒരു നിലപാട്, നിരവധി കേസുകൾ ഒരുപാട് ആളുകളുടെ പേരിലുണ്ട്. കേസുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ശ്രീ ഉമ്മൻചാണ്ടി അടക്കം ഞാനടക്കമുള്ള ആളുകളുടെ പേരിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് കേസുകൾ ഉണ്ടാക്കിയിട്ടുള്ളവരാണ്. അത് കൂടാതെയാണ് നാമജപം നടത്തി പ്രതിഷേധം രേഖപ്പെടുത്തിയ NSSന്റെ നിരവധി ആളുകളെ കേസിൽ അവർ കുരുക്കിയിട്ടുണ്ട്. ആ കേസുകൾ പിൻവലിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കോൺഗ്രസിനെതിരെ വിമർശനമുണ്ട്. അതായത് ശബരിമലയിൽ കോൺഗ്രസിന്റെ നിലപാട് അല്ലെങ്കിൽ അതിലൊരു ആത്മാർത്ഥത ഉണ്ടായില്ല എന്നുള്ള വിമർശനം കൂടിയുണ്ട്. ആ വിമർശനത്തെ അംഗീകരിക്കുന്നുണ്ട്. അല്ല, ആ വിമർശനത്തിനൊന്നും മറുപടി പറയാൻ ഇപ്പം ഞാൻ ആളല്ല. ഞാനതിന് മറുപടി പറയുകയില്ല. നമുക്ക് അവരുമായി യാതൊരു വിധത്തിലുള്ള തർക്കവും ഇല്ല എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാം. ഷാഫി പറമ്പിലിനെതിരായി പാലക്കാട്ട് CPM-ന്റെ ജില്ലാ സെക്രട്ടറി അതിരൂക്ഷമായിട്ടുള്ള അധിക്ഷേപ പരാമർശം നടത്തിയിരുന്നു. അദ്ദേഹം ഇന്ന് പറയുന്നത് ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നതിന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇങ്ങനെ KPCയുടെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയാണല്ലോ, പാർട്ടി വിട്ടുകൊടുക്കാനാണോ തീരുമാനം? അല്ല, ഇത്തരത്തിലുള്ള ഓരോ ആക്ഷേപങ്ങൾ ഓരോ മേഖലയിൽ നിന്നും ആർക്കും ഉന്നയിക്കാം. ആ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ തന്നെ കരുതണം ഇത് തിരിച്ച് അവരിലും ചെന്ന് എത്തുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇന്ന് കേരളത്തിൽ ആവശ്യം. അതല്ലാതെ കണ്ട് ഈ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്നത് ആശ്വാസകരമായ പ്രവർത്തനമായി ഞാൻ കാണുന്നില്ല. രാഹുലിനെതിരെ പരാമർശം ഉണ്ടായപ്പോൾ അവിടെ വലിയ പ്രതിഷേധങ്ങളും ഉണ്ടായില്ല. പക്ഷേ ഷാഫിക്കെതിരെ ഉണ്ടായപ്പോൾ പാലക്കാട്ട് കോൺഗ്രസ്സുകാർ പ്രതിഷേധിച്ചപ്പോൾ രണ്ട് തരത്തിലാണ് കോൺഗ്രസിനെ കാണുന്നതെന്നുള്ള വിമർശനങ്ങൾ പ്രാദേശികമായി പാലക്കാട്ടിൽ പോയിരുന്നു. ഇല്ല, അത്തരം കാര്യങ്ങൾ അങ്ങനെ രണ്ടു തരത്തിൽ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തി എന്നതിനെക്കുറിച്ച് ഞാൻ അങ്ങനെ കാണുന്നില്ല. എന്തായാലും എന്താണെന്ന് വെച്ചാൽ അത് കാര്യങ്ങൾ അന്വേഷിക്കും. ഷാഫിക്ക് പിന്തുണ, രാഹുലിന് പിന്തുണ ഇല്ല എന്നുള്ളൊരു നിലപാടാണോ? ഒരേ ആരോപണമാണ്, ലൈംഗിക ആരോപണമാണ് ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറി തന്നെ ഷാഫി പറമ്പിലിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. അതേ ആരോപണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും വന്നിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു പിന്തുണയുടെ പ്രശ്നം, ഒരു ഇരട്ട നീതി. ഇല്ല, അത് വരട്ടെ, അതൊക്കെ ഞങ്ങൾ പറയാം ഉള്ള അവസരമുണ്ട്. ആ അവസരത്തിൽ ഞങ്ങൾ ഇതൊക്കെ പറയും. ഇപ്പൊ എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു മറുപടി എന്നിൽ നിന്ന് കിട്ടട്ടെ. വയനാട്ടിലെ DCC പ്രസിഡന്റ് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധിയുണ്ടോ? ഒരു പ്രതിസന്ധിയില്ല. വയനാട്ടിലെ പുതിയ DCC പ്രസിഡന്റിനെ വെച്ചു. പുതിയ DCC പ്രസിഡന്റ് ചുമതലകൾ ഏറ്റെടുത്ത് ഞാൻ മനസ്സിലാക്കിയത് ഇന്ന് KPCCയുടെ പ്രസിഡന്റ് തന്നെ ഇവിടെ വരേണ്ടിയിരുന്നതാണ്. അദ്ദേഹം നേരിട്ട് വയനാട്ടിലേക്ക് പോയിരിക്കുകയാണ്. ഇന്ന് അദ്ദേഹം ചുമതല ഏറ്റെടുക്കുകയാണ്. അവിടെ ഒരു പ്രതിസന്ധി. അടൂർ പ്രകാശ് UDF കൺവീനറായി വരുമ്പോൾ മതസാമുദായിക ഘടകങ്ങളിലൊക്കെ ഒരു ഇക്വേഷനൊക്കെ മാറി വരുന്നൊക്കെയാണ് പ്രതീക്ഷ. പക്ഷേ SNDP ഇപ്പോഴും ഇടതുപക്ഷത്തോടൊപ്പം ഒട്ടി നിൽക്കുക. അല്ല, അതിപ്പോ വരട്ടെ. ഇനിയിപ്പോ സമയം കിടക്കില്ലയോ? ഇതങ്ങോട്ട് തുടങ്ങിയതല്ല ഉള്ളൂ. സമയം ഒരുപാട് കിടക്കുന്നു. ആ സമയം ഇനിയും നീണ്ട കുറെ 6-7 മാസക്കാലം കൂടെ കിടക്കുകയാണ്. അന്നേരം നമുക്ക് കണ്ടുകളയാം, അന്നേരം കാണിക്കാം. എന്താ സംശയം? ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം വേണ്ട. ഞങ്ങൾ ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തു. നേതാക്കളെ നേരിട്ട് കാണും. അതിപ്പോ ഞാൻ പറഞ്ഞല്ലോ,
അതൊക്കെ ഏത് തരത്തിൽ പോകണമെന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കും, കൂട്ടായി ആലോചിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യും. വയനാട് പുതിയ അധ്യക്ഷൻ എന്താണ് ഒരു അടിയന്തര ചുമതല എന്നുള്ള രീതിയിൽ അവിടെ ചിലപ്പോൾ വീടുകളുടെ നിർമ്മാണമുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പുരോഗതി ഉണ്ടാവും. ഇല്ല, അത്തരം ആ കാര്യങ്ങൾ ഇന്നിപ്പോ പുതിയ ഒരാളിനെ ചുമതലയേക്കുന്നു. പുതിയ ആള് ചുമതല ഏറ്റെടുത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നിറവേറ്റേണ്ടത് എന്നതിനെ കുറിച്ച് KPCC തലത്തിൽ ഒരു ചർച്ചകൾ ഉണ്ടാകും. ആ ചർച്ചകളോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കന്മാരുമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് ശേഷമായിരിക്കും അതിനുള്ള തീരുമാനം ഉണ്ടാവുക. വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും ആവർത്തിക്കുന്നത് LDF മൂന്നാമത് അധികാരത്തിൽ വരുമെന്നാണ്. അതിപ്പോ ആർക്കും എന്തും പറയാമല്ലോ, അത് പറയുന്നതിലൊന്നും തെറ്റൊന്നുമില്ല. അദ്ദേഹം അങ്ങനെ ആവർത്തിച്ച് പറയുന്നു എന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന്റെ മനസ്സ് ഇനി മാറിക്കൂടാന്നുണ്ടോ? അതിനൊരു അവസരം വരട്ടെ, വരുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം.